ഹായ് നമസ്കാരം. അഫ്ര എഞ്ചിനീയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KCRCയുടെ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുതിയ നിയമത്തിൽ എങ്ങനെയായിരിക്കും നെറ്റ് മീറ്ററിങ് മാറ്റി നെറ്റ് ബില്ലിങ് വരുമല്ലോ, അപ്പോൾ 3 kW കഴിഞ്ഞിട്ടുള്ളവർ എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രപ്പോസൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 3 kW to 5 kW വരെ നമുക്ക് ബാക്കപ്പ് സിസ്റ്റം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് നെറ്റ് മീറ്ററിങ് വരുള്ളൂ. 3 kW മാത്രമായിരുന്നു, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് വരുന്നുള്ളൂ. അപ്പം KCRCയുടെ പുതിയ നിയമം ജഡ്ജ്മെന്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഓൾറെഡി പരാമർശിച്ചിട്ടുണ്ട് 10 kW വരെ പ്രോബ്ലംസ് ഒന്നുമില്ല, നെറ്റ് മീറ്ററിങ് തന്നെയായിരിക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് അതിപ്പോൾ ഓൾറെഡി സ്റ്റേ വന്നു കേട്ടോ, ഇന്നലെ സ്റ്റേ വന്നിട്ടുണ്ട്. സ്റ്റേ വന്നപ്പോൾ നമുക്ക് ഒരിക്കലും ഇനി പേടിക്കേണ്ട എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുവാണെങ്കിൽ 10 kW മുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല. ഇപ്പം പണ്ടത്തെ പോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ 3 kW to 10 kW ചെയ്യുന്നവർക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ സോളാർ ചെയ്തേ പോകാം. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ കണക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കണക്ക് തന്നെ നമുക്കിപ്പം ലോൺ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ ചെയ്തിട്ട് ചെയ്യുമായിരിക്കും മോർ ബെറ്റർ മിക്കവർക്കും ചെയ്യുന്നത്. മിക്കവരുടെയും ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇത്രയൊരു എമൗണ്ട് വരുമ്പോൾ വലിയൊരു എമൗണ്ട് അല്ല, ഹ്യൂജ് എമൗണ്ട് അല്ല, എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഒരു എമൗണ്ട് കുറച്ച് വലിയൊരു എമൗണ്ട് ആയ കാരണം അവർക്ക് ലോൺ ചെയ്യുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പൈസ കയ്യിൽ നിന്ന് മുടക്കണ്ട. ജസ്റ്റ് നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി ഈ ലോണിന്. പിന്നെ ഒരു മെയിൻ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൽ കുറച്ചുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 65 എബോവ് ആവരുത്. 65 എബോവ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആപ്ലിക്കൻ്റ് ആയിട്ട് നമുക്ക് ഒരാളെ വെച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടുമെന്ന് നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം ഈ ലോൺ ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കറണ്ട് ബില്ല് അപ്രോക്സിമേറ്റ് ഒരു 3000-4000 രൂപയ്ക്ക് വരുന്നവരാണ്, അല്ലെങ്കിൽ വേണ്ട ഒരു 2500 രൂപ വരുന്ന ഒരാളാന്നിരിക്കട്ടെ. അപ്പം ഈ എമൗണ്ട് വരുന്ന ഒരാൾക്ക് ലോൺ ചെയ്തിട്ട് സബ്സിഡി എമൗണ്ട് ഈ ലോണിലേക്ക് തന്നെ അടച്ചു കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു 1000 സംതിങ് വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് EMI ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു നിശ്ചിത കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സോളാർ പ്രൊജക്റ്റ് ഫ്രീ ആയിട്ട് വരികയും ചെയ്യും. നമുക്ക് ഈ EMI വലിയൊരു പാടായിട്ട് നമുക്ക് തോന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ബില്ലിൻ്റെ എമൗണ്ട് തീർച്ചയായും നമുക്ക് KSBക്ക് അടയ്ക്കണം. ആ ഒരു എമൗണ്ട് നമ്മൾ ജസ്റ്റ് മാറ്റിയിട്ട് ബാങ്കിലേക്ക് അടയ്ക്കണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് ഭാവിയിൽ നോക്കുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്കൊരു സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു പരിധി കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെയൊക്കെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് ബില്ല് വരുമ്പം ഒരു ഹ്യൂജ് എമൗണ്ട് വരും എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുക. അത് എല്ലാവരുടെയും വീട്ടിലെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ഭാഗത്തെ കറണ്ട് ബില്ല് ഇത്ര വന്നിട്ടുണ്ട്, അതുകൊണ്ട് AC നമ്മൾ ഇത്രയായിരിക്കും, ഒരു ഏകദേശം നമുക്കൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ ഓഫാക്കാൻ നിർബന്ധിതരാകും. അതുപോലെ തന്നെ നമുക്കിപ്പം വേറെ എന്തെങ്കിലും എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ലിന്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ പഴയ വീടാകുമ്പോൾ എർത്ത് ലീക്കേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് ബിൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഒരു പരിധി വിട്ടിട്ട് നമുക്ക് പഴയ വീടുകൾക്ക് എർത്ത് ലീക്കേജ് ഒരു പരിധി വിട്ടിട്ട് കുറയ്ക്കാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ വയറിംഗ് ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എർത്ത് ലീക്കേജ് ഉണ്ടാവാം. അത് നമ്മൾ ഫുള്ള് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് അതിൻ്റെ ഫുള്ള് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അല്ല. അത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ചും കൊണ്ട് ഇനി വരുന്ന സമയത്ത് ചൂട് കൂടി കഴിയുമ്പോൾ AC ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞ ഇടുക്കി, വയനാട് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പരിധി വരെ ചൂട് കുറവായിരിക്കും. ബാക്കിയുള്ള ജില്ലകളിൽ അപേക്ഷിച്ചിട്ട് എല്ലാ വർഷങ്ങളിലും നമുക്ക് ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും നമുക്ക് AC ഉപയോഗങ്ങൾ കൂടും. അപ്പം നമുക്ക് കറണ്ട് ബില്ല് കൂടും. ആ സമയത്തൊക്കെ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോർ ബെറ്റർ ആയിരിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ആദ്യമൊക്കെ വീഡിയോകളിൽ പറയണതൊക്കെ തന്നെ നല്ലൊരു കമ്പനി മാത്രം നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. നമ്മൾ മാത്രമല്ല, ഒരുപാട് നല്ല കമ്പനികളുണ്ട്. ആ നല്ല കമ്പനികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അയൽവാസികളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന സിസ്റ്റം ജസ്റ്റ് പോയി നോക്കുമോ. ഇനി അതല്ല, പുതിയൊരു കമ്പനിയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവരുടെ ഏതെങ്കിലും റഫറൻസ് വർക്കുകളുടെ കോൺടാക്ട് നമ്പേഴ്സ് ചെയ്യുക, അവരുടെ ആഫ്റ്റർ സർവീസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. നമ്മളെപ്പോഴും ഈ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് സർവീസ് സെക്ടറാണ്, ഇതൊരു പ്രൊഡക്റ്റ് അല്ല. ഇതിൻ്റെ അത് മെയിനായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ട് വെക്കുന്ന ഒരു പ്ലാന്റാണ് സോളാർ പ്ലാന്റ്. അപ്പം ഈ സോളാർ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആഫ്റ്റർ സർവീസിന് നമ്മൾ നോക്കണ സമയത്ത് കറക്റ്റ് പ്രോപ്പർ സർവീസ് അല്ലെങ്കിൽ ഈ സംഭവം ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പം തീർച്ചയായും എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് മേ ബി വരാം.
ഇപ്പോൾ നമ്മളിപ്പോൾ ഐഫോണൊക്കെ എടുത്തു വന്നിരിക്കട്ടെ, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല, ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ പ്രശ്നം വരുമ്പോൾ നമുക്ക് സർവീസ് സെക്ടർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് സർവീസിന് വിളിക്കുമ്പം അറ്റ് എ ടൈമിൽ അവർ അത് റെക്ടിഫൈ ചെയ്യത്തുള്ളൂ. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിലാണ് സിസ്റ്റം നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കംപ്ലയിൻസ് വരാൻ 99% ഇതിന് ചാൻസ് വളരെ കുറവാണ്. 1% മേ ബി എന്തെങ്കിലും ഓവർ വോൾട്ടേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മോണിറ്ററിങ്ങിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ വന്നാലായി. അപ്പം അത്ര ക്വാളിറ്റി ഇമ്പോർട്ടൻസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളൊരു സിസ്റ്റം നമ്മൾ ഏതാ വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ വീട്ടിൽ തീരുമാനിക്കാൻ പാടുള്ളൂ. അത് വീടാണെങ്കിലും കൊമേഴ്സ്യൽ പർപ്പസ് ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ പല ടൈപ്പ് സോളാർ സിസ്റ്റംസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യത്തെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ സിസ്റ്റംസ് എന്താ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കൊട്ടേഷൻസ് എടുത്താൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വെക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് മാത്രം അത് ചെയ്യുക. പെട്ടെന്ന് നാളെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സിഡി പ്രൊജക്റ്റ് ഇനിയും കുറച്ച് കാലങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ഇനിയും കുറച്ച് കാലങ്ങളുണ്ടായിരിക്കും. ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്തും ഒന്നും നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത് ചാടി നാളെ രാവിലെ ചെയ്യുന്നു വേണ്ട. നല്ല കമ്പനി നോക്കുക, അതുപോലെ തന്നെ നല്ല പ്രൊഡക്റ്റ് നോക്കുക. എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 60% തൊട്ട് 70% വരെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടായിട്ട് മാത്രം നമ്മൾ ചെയ്യുക. എന്നാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെയും നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ സർവീസ് സെക്ടർ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ നിന്ന് നമുക്കത് വാങ്ങിയെടുക്കാൻ പറ്റും. പിന്നെ കോസ്റ്റ് നമ്മൾ നോക്കണം. കോസ്റ്റ് നോക്കുന്നതിന് ഉപരിയായിട്ട് നമ്മൾ ആ കോസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൊട്ടേഷൻസും മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുക. അത് നമുക്കിപ്പം ഇതിനെപ്പറ്റി ഇപ്പം എല്ലാത്തിനെ പറ്റി ധാരണയില്ല. ഇപ്പം എനിക്ക് സോളാറിനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ എന്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും ഒരു പരിധി വരെയും ഞാനും അതിനെപ്പറ്റി പഠിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയം എന്നെയും പറ്റിക്കപ്പെടാം. അതുപോലെ തന്നെയാണ് എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇലക്ട്രീഷ്യന്മാരെന്ന് എടുത്ത് പറയുന്നത്, ഇലക്ട്രീഷ്യന്മാരോ അല്ലെങ്കിൽ അറിയാവുന്ന ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അയൽവാസികളോ സുഹൃത്തുക്കളോ ഉണ്ടായിരിക്കുമല്ലോ, അവർ ജസ്റ്റ് കൊട്ടേഷൻസോ അല്ലെങ്കിൽ നല്ല കമ്പനി ഏതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് മാത്രം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ജഡ്ജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അഥവാ നമ്മൾ വെക്കാത്ത സിസ്റ്റംസ് ആണെങ്കിലും പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്തു തരും. പിന്നെ വെക്കാത്ത സിസ്റ്റത്തിന് സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഓൾ കേരള എല്ലാ സ്ഥലത്തും ഉണ്ട് ബ്രാഞ്ചും കാര്യങ്ങളും, സർവീസ് അഡ്വൈസർമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോളാറിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാം. തീർച്ചയായും അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.